അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വരുന്നു എന്നുള്ളത് വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രാവൽ ഡേ എത്തിയേക്കുവാണ്. ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ട്രാവൽ ഡേ എത്തിയേക്കുവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ മോൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഡൽഹിയാണ് പോകുന്നത്, പിന്നെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചേർന്നുണ്ട് കൂടെ. നമ്മൾ ചെക്കിനൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് പാക്കിംഗ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മോർണിംഗ് എല്ലാം ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ഒക്കെ സെറ്റാക്കി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ തന്നെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നേരെ സാർബ്രുക്കൻ ഹോബാനോഫിലേക്ക് വന്നു. എന്നിട്ട് നമ്മൾ ട്രെയിൻ കയറിയിട്ടാണ് പോകുന്നത്. ഒരു 3 hour ജേർണിയാണുള്ളത് കേട്ടോ എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ലഗേജൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ ട്രാവൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റായി എന്ന് എനിക്കറിയാം. വീട്ടിൽ വന്ന് കുറേ തിരക്കിൻ്റെ ഇടയിലൊക്കെ ആയിപ്പോയി. പിന്നെ കുറച്ച് മടിയുമൊക്കെ ആയിരുന്നു, ഫുൾ റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫൈനലി ട്രാവൽ വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. ഇനി നമ്മൾ സർപ്രൈസ് ചെയ്ത വീഡിയോ ഒക്കെ പുറകെ വരും കേട്ടോ. നമ്മളങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം അമൃതചന്ദ്രൻ എയർപോർട്ടിൽ ഞാനിങ്ങനെ എയർപോർട്ടിങ്ങനെ ഞാൻ ബാഗിൽ ഇങ്ങനെ ഇതിട്ടോ ക്യാമറമാൻ വെള്ളത്തിൽ ചാടണം. ഷോർട്സില് ഫസ്റ്റ് ഞാനിങ്ങനെ കയറി പോണം കേട്ടോ. ഞാനിപ്പോ ചെല്ലാൻ പോകുന്നത് പഴയൊരു ഫിലിം ക്യാമറ, ആ സാധനം. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള എയർപോർട്ട് പ്രൊസീജിയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാം. ഇത് ഞാൻ ജർമ്മനിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിപ്പാച്ചർ കൗണ്ടറിൽ വന്നിട്ട് നോക്കി, ആ ഒരു മോണിറ്റർ നോക്കിയാണെങ്കിൽ നമുക്ക് ഗേറ്റ് നമ്പറും ചെക്ക് ഇൻ കൗണ്ടറൊക്കെ കാണാനായിട്ട് പറ്റും. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 2 ടെർമിനലാണ് അവിടെ ഉള്ളത്, ടെർമിനൽ 1ഉം 2ഉം. അപ്പം എനിക്ക് ഡിപ്പാച്ചർ ഉണ്ടായിരുന്നത് ടെർമിനൽ 2ലാണ്. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ വന്ന് ഇറങ്ങുന്നത് ടെർമിനൽ 1ലാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഷട്ടിൽ സർവീസ് ഉണ്ടാകും 1ൽ നിന്ന് 2ലേക്ക്. അപ്പോൾ ബസ് വിളിച്ച് നമുക്ക് ടെർമിനൽ 2ലേക്ക് വരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ തിരിച്ചു പോകണമെങ്കിലും ഇവിടെ നിന്ന് ഷട്ടിൽ സർവീസ് എടുത്ത് നിങ്ങൾ ടെർമിനൽ 1ൽ വന്നിട്ട് അവിടെ നിന്നാണ് ട്രെയിൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണോ പോകേണ്ടത് അങ്ങോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ടെർമിനൽ 2ലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. അമൃത അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കയറാൻ വേണ്ടി പോവാ. പോട്ടെ അതി ഓടി. അപ്പോൾ വെയിറ്റ് നോക്കി, ഇവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ വെയിറ്റ് നോക്കി. അപ്പോഴും ഒന്ന് സമാധാനമായിട്ടോ, കാരണം വെയിറ്റ് കൂടുതലായിരിക്കും. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് കയറണം. അവിടെ ഭയങ്കര ക്യൂ ഒക്കെയാണ്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ കാണില്ല, അതി ഉള്ളിൽ പോയാൽ. എൻ്റെ ഈ ഒരു ബാക്ക് പാക്ക് മാത്രം കേട്ടോ. ഞാൻ വിസ്താരയിലാണ് പോകുന്നത്. അപ്പം നമുക്ക് പോയിട്ട് ക്യൂ നിൽക്കാറുണ്ട്. അപ്പോൾ ഇവർക്ക് ടാറ്റ പറയാം. എയർപോർട്ടിൽ വെച്ചിട്ടുള്ളൊരു എയർപോർട്ട് പിക്ക് അത് നിർബന്ധമാണല്ലോ. അപ്പോൾ അതെടുത്ത് തരാണ് കണ്ണൻ ചേട്ടൻ കേട്ടോ. നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്യണമല്ലോ. ആവേശം കുറച്ച് കൂടുന്നു.
പിന്നെ വെക്കോ. ഈ കാണുന്നതാണ് കേട്ടോ ചെക്ക് ഇൻ കൗണ്ടേഴ്സ്. നമ്മുടെ എയർപോർട്ട് പ്രൊസീജിയർ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ചെക്ക് ഇൻ ബാഗ് വെയിറ്റ് നോക്കി ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലം. അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ വാങ്ങി പിന്നെ നേരെ പോകുന്നത് ഇമിഗ്രേഷനിലേക്കായിരുന്നു. അതിനുശേഷം സെക്യൂരിറ്റി ചെക്കിംഗ് വരും. അതിനുശേഷം നമ്മൾ ഗേറ്റിലേക്ക് പോയി അവിടെ നിന്ന് പ്ലെയിനിലേക്ക് ബോർഡിംഗ് ആവുകയാണ് ചെയ്യുക. ഇത്രയാണ് എനിക്കുണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല ക്യൂ ആയിരുന്നു നമ്മുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത്. ചെക്കിൻ പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷേ പാസ്പോർട്ട് ചെക്കിങ് കുറേ ടൈം എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക് പോവാണ്. അവിടെ ഇനി എന്തോരം ടൈം എടുക്കുമെന്ന് അറിയില്ല. ഞാൻ വേഗം അങ്ങോട്ട് പോട്ടെ, സമയം ആവാറായി. അങ്ങനെ എൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ഗേറ്റിൽ വന്നു. നമ്മുടെ ബോർഡിങ്ങിൻ്റെ ടൈം ആവാറായി. അതിൻ്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ പറയണമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ ഫുള്ളി ചാർജ്ഡ് അല്ലേന്ന് ഉറപ്പ് വരുത്തുക. സം ടൈംസ് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ടൈമിൽ അവർ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാനൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഇത്തവണ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഫുള്ളി ചാർജ്ഡ് ആയിട്ടാണ് കൊണ്ടുപോയത്. അപ്പം അതുകൊണ്ട് എനിക്ക് സീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ബോർഡിംഗ് ആയി. ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പില്ലോ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബോർഡിംഗ് ഒക്കെ ആയി. നൈറ്റ് ഫ്ലൈറ്റ് ആണ്. സോ നമുക്ക് ഡിന്നർ കഴിക്കാൻ കിടന്നുറങ്ങുക, അതാണ് പ്ലാൻ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് ഡിന്നർ വന്നു. ഞാൻ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബണ്ണ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ ഇഷ്ടമായി. ഇത് വെള്ളമാണ് കേട്ടോ. പിന്നെ ഒരു ഡെസേർട്ടായിട്ടൊരു കേക്ക് ഉണ്ടായിരുന്നു. ഞാൻ വിസ്താരയിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ പേര് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഫ്ലൈറ്റിലാണ് പോയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രിങ്ക്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാബിൻ ക്രൂവിൻ്റെ അടുത്ത് ചോദിക്കാം. ഫുഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ചിക്കൻ കറിയും പിന്നെ ഓണിയൻ പുലാവും പിന്നെ ഒരു കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടെ ഉള്ളൊരു കറിയായിരുന്നു കേട്ടോ. എനിക്ക് ആ മണ്ണ് മാത്രം അത്ര പിടിച്ചില്ല, ഭയങ്കര പ്ലെയിനായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ നേരെ കിടന്നുറങ്ങി. അത് രാവിലെ എണിച്ച് നോക്കിയപ്പോഴത്തേക്കും സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ കാണാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പം അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നു ഗൈസ്. ഞാൻ ഞെട്ടിപ്പോയി, കാരണം അന്നേരം സമയം ഏകദേശം 5 മണിയെങ്ങാണ്ടും ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വെളുപ്പിന്. ആ ഒരു ടൈമിലാണ് അവർ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാനൊട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ എണീറ്റിരിക്കുകയായിരുന്നു ഓൾറെഡി. അങ്ങനെ ഞാൻ കുറച്ച് നേരം എന്നാൽ പിന്നെ ജനാലയെ കൂടെ കാഴ്ചയൊക്കെ കാണാമെന്ന് ഓർത്ത് കുറേ നേരം സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിരുന്നു കേട്ടോ. കുറേ പേരൊക്കെ ഉറങ്ങുക തന്നെയായിരുന്നു. അവർക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുമില്ല. എണീറ്റ് വന്നവർക്ക് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് എനിക്കും കിട്ടിയിട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്രോസൻറ്റും ജാമും ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് ഞാൻ കുടിച്ചില്ല, കാലത്ത് തന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ വെജിറ്റേറിയൻ ഫുഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലിയും സാമ്പാറും ഉപ്പുമാവായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ ഫുള്ള് കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പതുക്കെ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഇതേ കണ്ടോ, നമ്മൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡിങ് ആയി. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ എനിക്ക് സെൽഫ് ട്രാൻസ്ഫർ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണക്റ്റഡ് ഫ്ലൈറ്റിൽ സെൽഫ് ട്രാൻസ്ഫർ ആണോ അതോ അവർ തന്നെ ലഗേജ് കൊണ്ടുപോകുന്നത്. 2 ടൈപ്പും ഉണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ പോലെ ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ തീരില്ല. അങ്ങനെ ഞാൻ ലഗേജ് കളക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാ പ്രൊസീജിയേഴ്സും അവിടത്തെയും തീർത്തു. അതിനുശേഷം നേരെ പിന്നെ ഇവിടെ തെണ്ടിത്തിരി നടക്കലായിരുന്നു പണി. കാരണം വൈകിട്ട് ആണ് എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പം അവിടെ വെറുതെ നടന്നു. പിന്നെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ ഗേറ്റിൽ പോയി വെറുതെ കുത്തിയിരിക്കലായിരുന്നു പണി. കൂടെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പിന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ നല്ല പോസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു മോണിറ്ററിൽ നോക്കാൻ ആ ഗേറ്റൊക്കെ അതിൽ അവർ കാണിക്കും. എന്തെങ്കിലും ഗേറ്റ് ചേഞ്ച് ഉണ്ടെങ്കിലൊക്കെ കേട്ടോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അങ്ങനെ ഡൽഹിയിൽ കുത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല ലേ ഓവർ ഉണ്ട്. അപ്പോൾ
അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ സമയം പോയി. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുറേ ട്രാൻസ്ഫർ ചെയ്യാനും സെക്യൂരിറ്റി ചെക്കിങ്ങും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. അവിടെ ഒന്നും അങ്ങനെ ഫോണും വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ അധികം എല്ലാം ഒന്നും കവർ ചെയ്തില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പോയി. അവർ വേറെ ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അവരൊക്കെ ബോർഡിങ് ആയിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയമുണ്ട്, കുറച്ചധികം സമയമുണ്ട്, 1-2 മണിക്കൂറുണ്ട്. അപ്പോൾ ഇനി ഫ്രഷൊക്കെ ആവാമെന്ന് ഓർത്ത് വന്നിട്ട് പിന്നെ ഫ്രഷ് ആയില്ല. കാരണം ഇത്രയും ലേ ഓവർ കഴിഞ്ഞിട്ടല്ലേ ബോർഡിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ അടുത്ത ഫ്ലൈറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് കഴിയട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷൊക്കെ ആവണം. ഭയങ്കര ടയേർഡായിട്ടുണ്ട്. എൻ്റെ മുഖം എല്ലാം കാണും. പിന്നെ ഉറക്കവും ശരിയായില്ല. ഫ്ലൈറ്റിലല്ലെങ്കിലും എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല, അത്ര കംഫർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റാറില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല, എത്താറൊക്കെ ആയല്ലോ. അപ്പം അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ ഇരിക്കുകയാണ്, ഗേറ്റിൽ വന്നിട്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ടോ. ആ ഒരു ഉറക്കക്ഷീണമൊക്കെ മാറിയില്ലേ. അപ്പോൾ സമയമായിട്ടില്ല. നമുക്ക് ഇനിയും 2 മണിക്കൂറുണ്ട് ഫ്ലൈറ്റിന്. എന്നാലൊരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഗേറ്റിലേക്ക് പോകാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ അവിടെ ഇരിക്കുക. പിന്നെ കുറേ പേര് ഞാൻ ഇന്ന് വന്നപ്പോഴും ചെക്കിൻ്റെ അവിടെ വെച്ചിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ വെച്ചിട്ട് വെള്ളം കുടിക്കുന്ന, വെള്ളം കളയുന്ന, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിട്ടോ. നമ്മുടെ എയർപോർട്ട് പ്രൊസീജിയറിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. നമ്മൾ ക്യാബിൻ ബാഗിൽ ലിക്വിഡ് ഐറ്റംസ് 100 ml കൂടുതൽ കൊണ്ടുപോകാനായിട്ട് പാടില്ല. അപ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവരത് ഇവിടെ കളയും എടുത്തിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വാട്ടർ ബോട്ടിൽ എടുക്കാം, പക്ഷേ വെള്ളം എടുക്കാൻ പറ്റില്ല അതിനകത്ത്. നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ ശേഷം വെള്ളം നിറയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വെള്ളം മേടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അന്നേരം സമയത്ത് അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുറേ പേര് അങ്ങനെ കുറേ മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് പറയണം എന്ന് ഓർത്തു. ക്യാബിൻ ബാഗിൽ നിങ്ങൾക്ക് ലിക്വിഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ജസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ കാര്യം ഒന്ന് ജസ്റ്റ് പറയാമെന്ന് ഓർത്തു. ആരെങ്കിലുമൊക്കെ പിന്നെയും അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫ്ലൈറ്റും കൂടെ ഉള്ളൂ, കുഞ്ഞു ഫ്ലൈറ്റല്ലേ, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക്, അത്രയേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ട്രാവൽ വ്ളോഗ് വൈൻഡപ്പ് ആകും. അധികം അങ്ങനെ എടുത്തൊന്നുമില്ല. പിന്നെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ എയർപോർട്ട് പ്രൊസീജിയറിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എൻ്റെത് സെൽഫ് ട്രാൻസ്ഫർ ആയിരുന്നു. നമുക്കിപ്പം എൻ്റെതിപ്പം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് ഫസ്റ്റ് വരിക, ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഡൽഹി. പിന്നെ ഡൽഹി ടു കൊച്ചി ഡൊമസ്റ്റിക് ആണല്ലോ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെൽഫ് ട്രാൻസ്ഫർ ആയിരിക്കും ഉണ്ടാവും മിക്കപ്പോഴും. എല്ലാ എയർലൈൻസിനും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വിസ്താര എയർ ഇന്ത്യക്കൊക്കെ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ് കേട്ടോ. തിരിച്ചാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക്കും രണ്ടാമത്തെ ഫ്ലൈറ്റ് ഇൻ്റർനാഷണലും ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ കണക്ഷൻ ഫ്ലൈറ്റിൽ നമ്മുടെ ലഗേജസ് കാര്യങ്ങൾ, ചെക്കിൻ ലഗേജ് കേട്ടോ, അതൊക്കെ കൊണ്ടുപോയിക്കോളും. സെൽഫ് ട്രാൻസ്ഫർ അങ്ങനെ പാടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ലഗേജ് കളക്ട് ചെയ്യുക, ട്രാൻസ്ഫറിൻ്റെ ആ കൗണ്ടറിലേക്ക് പോവുക, ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിലേക്ക് പോവുക, ആ ചെക്കിന് ബാഗ് അവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ എടുത്തിട്ട് ഒന്നും കൂടെ വെക്കണം എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പറയാനായിട്ട്. ഇനിയിപ്പം ഫ്ലൈറ്റിൽ കയറാം. നല്ല ടയേർഡായിട്ടുണ്ട്, ഉറക്കമൊന്നും ശരിയായില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെന്താ ബാക്കി? ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ എന്താ ഫുഡ് കിട്ടാമെന്നറിയില്ല. ഫുഡ് കിട്ടുമോയെന്നറിയില്ല. എന്തെങ്കിലും സ്നാക്സ് മാത്രമേ കിട്ടുള്ളൂ, ഈവനിങ് ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ ആയിരിക്കും കിട്ടാമെന്ന് വിചാരിക്കുന്നു. നോക്കാം, എന്തായാലും കാണിച്ചു തരാട്ടോ എന്തായാലും. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ബോർഡിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ്. എന്താ മോനെ ലേറ്റ് ആയത്? കുറച്ച് ലേറ്റും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറേ നേരം പോസ്റ്റായി, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ബോർഡിങ് ടൈമാണ്. ഇനി നേരെ കൊച്ചിയിലേക്ക്. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അങ്ങനെ നീണ്ട ലെയറൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ബോർഡിങ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫ്ലൈറ്റ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് നെഞ്ചുവേനൊക്കെ എടുക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. എന്തായാലും നമുക്ക് ബോർഡിങ് ആകാം. അങ്ങനെ അടുത്ത ഫ്ലൈറ്റും കൂടെ നമ്മൾ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഡൽഹി ടു കൊച്ചി ഫ്ലൈറ്റാണ് ഇട്ടത്. അപ്പം നമുക്ക് നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി ചിക്കൻ കറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഫൈനലി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ നെഞ്ചൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് നമ്മുടെ ട്രാവൽ വ്ലോഗ് ഇതോടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ വീട്ടുകാരെ പോയി സർപ്രൈസ് ചെയ്യിക്കുന്നൊക്കെ ഉണ്ടാവാട്ടോ.
എത്ര നാളായി